السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. ബഹുമാന്യരായ സഹോദരങ്ങളെ, ആദരണീയരായ രക്ഷിതാക്കളെ, റഹ്മാനായ നാഥൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്നിൻ്റെ സന്ധ്യാസമയം ഏതാനും മണിക്കൂറുകൾ ജീവിതത്തിലെ ഏറ്റവും ഗൗരവതരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ഓർമ്മ പുതുക്കുകയും ഹൃദയം കീഴൊതുങ്ങുകയും ചെയ്യാനുള്ള മഹത്തായൊരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദീനിൻ്റെ ഈ മജ്ലിസിലുള്ള നമ്മുടെ ഈ സമയം വിനിയോഗിക്കൽ കാരുണ്യവാനായ റബ്ബ് അതിമഹത്തായ പ്രതിഫലാർഹമായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പ്രോഗ്രാമിന് വേണ്ടി വീട്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ട് നടന്നു നീങ്ങുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു നടക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ലക്ഷ്യമാണ് മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനമിടുന്നത്. ലക്ഷ്യമില്ല എങ്കിൽ മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കൊരിക്കലും പ്രചോദനമുണ്ടാകില്ല, അർത്ഥമുണ്ടാകില്ല. ആധുനികമായ ഭാഷയിൽ മോട്ടിവേഷൻ എന്ന് പറയും, അഭിപ്രേരണ എന്ന് പറയും. അഭിപ്രേരണയുണ്ടാകുമ്പോഴേ പ്രവർത്തിക്കാനുള്ള താല്പര്യം മനുഷ്യനിലുണ്ടായിത്തീരുകയുള്ളൂ. സത്യവിശ്വാസികൾ ആ വിഷയത്തിൽ സൗഭാഗ്യവാന്മാരാണ്. കാരണം ജീവിതത്തിൽ ഓരോ കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഓരോ ചെറുവിരൽ അനക്കുമ്പോഴും ഇതെന്തിനു വേണ്ടി എന്ന കൃത്യമായ ഒരു ബോധമുള്ളവരും മനസ്സിൽ പ്രാർത്ഥന കാത്തു സൂക്ഷിക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ. എന്നാൽ ഈ സൗഭാഗ്യം ലഭിക്കാതെ പോകുന്ന മനുഷ്യർ എത്ര ദൗർഭാഗ്യവാന്മാരാണ് എന്നത് നമ്മളൊന്ന് ആലോചിക്കുക. ജീവിതം എന്തിനു വേണ്ടി എന്നുള്ള, ജീവിതത്തിൻ്റെ ഈ പ്രയാണം എങ്ങോട്ട് എന്നതില്ല, താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്നത് തിരിച്ചറിയാൻ സാധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ജീവിതം. അതുകൊണ്ട് ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള, മനനം ചെയ്യാൻ കഴിവുള്ളവനായ മനുഷ്യനോട് ലോകത്തിൻ്റെ നാഥനായ റബ്ബ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥ പലപ്പോഴും എത്ര കണ്ടാലും എത്ര അനുഭവിച്ചാലും അതവൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കയില്ല എന്നാണ്. ഓരോ അനുഭവം കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോഴും വാട്സപ്പിൽ മസിലിൻ്റെ ഇമോജി ഇട്ടിട്ട് അവൻ പറയും, നാം അതിജയിക്കും. നിപ്പ വന്നപ്പോൾ പറഞ്ഞു, നാം അതിജയിക്കും. അടുത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ അന്താളിച്ചു നിന്നു. ആ പരീക്ഷണം നീങ്ങിയപ്പോൾ വീണ്ടും പറഞ്ഞു, മസിൽ കാണിച്ച്, നാം അതിജയിക്കും. വീണ്ടും പേമാരി വന്നു, ഉരുൾപൊട്ടലുകൾ വന്നു, കോവിഡ് വന്നു. പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും ഈ നഗ്നമായ അനുഭവങ്ങൾ കൺമുമ്പിൽ കാണുമ്പോഴും എന്താണ് ഈ ലോകം, എന്താണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ, മനുഷ്യനായ ഞാൻ എത്ര നിസ്സഹായനാണ്, നാളെ എന്താകുമെന്ന് എന്നോട് പറഞ്ഞു തരാൻ ലോകത്താർക്കാണ് സാധിക്കുക എന്ന നിസ്സഹായത തിരിച്ചറിയാൻ മനുഷ്യരിൽ എത്രയാൾക്ക് സാധ്യമാകുന്നുണ്ട്? ഈ പ്രപഞ്ചം അത്ഭുതത്തിൻ്റെതാണ്. ഞാനും നിങ്ങളൊക്കെ ജനിച്ചു വീഴുന്നതിന് മുമ്പേ ഈ ഭൂമിയുണ്ട്, സുന്ദരമായി പ്രപഞ്ചമുണ്ട്.
ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചൊരുക്കിയതാണ് എന്നാണ് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. എല്ലാം നമുക്ക് വേണ്ടിയാണ്. ലോകത്തിന്റെ അധിപനായ നാഥന് ഇവിടെയുള്ള മനുഷ്യർ നിഷേധികളായി എന്നതുകൊണ്ട് മലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ ഇസ്സത്തിൽ ഒരു ഇടിവ് സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്തുള്ള 700 കോടിയിലേറെ വരുന്ന മനുഷ്യർ മുഴുവൻ വിശ്വാസികളായി മാറിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് റബ്ബിനൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. രാജാതിരാജനായ സകല വിധത്തിലുള്ള ഗുണങ്ങളുടെയും സൽഗുണങ്ങളുടെയും ഉടമയായ സവിശേഷമായ നാമങ്ങളുടെ ഉടമയായ റബ്ബിന് മനുഷ്യന്റെ ഒരു സഹായവും ആവശ്യമില്ല. പക്ഷേ മനുഷ്യൻ ദുർബലനാണ്. ഈ ഭൂമിയിലേക്ക് അവൻ പിറന്നു വീണതും അങ്ങനെയാണ്. ഹല്ലത്താ അലൽ ഇൻസാനി ഹൈനും മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറാ. പ്രസ്താവയോഗ്യമായ പറയപ്പെടാവുന്ന യാതൊന്നുമല്ലാത്തൊരു ഘട്ടം മനുഷ്യ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം? ഇലക്ട്രിക് ഷോക്കേറ്റ് താഴോട്ട് വീണ് പടഞ്ഞു ചാവുന്ന ഒരു കാക്ക ചത്തുപോകുന്ന പോലെ, ഈ കക്കാട്ട റോഡിലൂടെ പോകുന്ന ഒരു വണ്ടിയുടെ ചക്രത്തിനടിയിൽപ്പെട്ട് അങ്ങാടിയിലെ ഒരു പൂച്ച ചതഞ്ഞരഞ്ഞു പോകുന്ന പോലെ ഒരു നിമിഷത്തിലെ മരണത്തോടുകൂടി തീർന്നു പോകുന്നതാണ് സഹോദര നമ്മുടെയും ജീവിതമെങ്കിൽ ഈ സംവിധാനങ്ങളുടെയൊക്കെ പ്രസക്തി എന്താണ്? മൂല്യങ്ങളുടെ പ്രസക്തി എന്താണ്? സാംസ്കാരികതയുടെ പ്രസക്തി എന്താണ്? സാമൂഹിക സംവിധാനത്തിന്റെ പ്രസക്തി എന്താണ്? അപ്പോ ചിന്തിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, അതിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ച് വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലൻ മാ തഷ്കുറൂൻ. ഈ ലോകത്തെ അണിയിച്ചൊരുക്കിയ ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയെ നാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. എല്ലാ നിലക്കും പട്ടുമെത്ത പോലെ സംവിധാനിച്ചു തന്നു. സൂര്യൻ നിന്നുള്ളതിന്റെ ഏതാനും മില്ലിമീറ്ററുകൾ ഭൂമിയിൽ നിന്നുള്ള അകലം ഏതാനും മില്ലിമീറ്റർ കൂടിപ്പോയാൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തണുത്തുറഞ്ഞു പോകും. ഏതാനും മില്ലിമീറ്റർ ഇപ്പോഴുള്ളതിനേക്കാൾ സൂര്യൻ ഭൂമിയോടടുത്താൽ ഈ ഭൂമിയിലുള്ള എല്ലാം കത്തിച്ചാമ്പലായി പോകും. രണ്ടും സംഭവിക്കാത്ത വിധത്തിൽ കൃത്യമായി പ്രതാപശാലിയായ സകലവും അറിയുന്നവനായ റബ്ബിന്റെ കഴിവിൽപ്പെട്ടതാണ് അതിന്റെ സങ്കേതത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ സംവിധാനിച്ചു എന്നുള്ളത്. എന്നിട്ട് ഈ ഭൂമിയെ മനുഷ്യനു വേണ്ടി വാസയോഗ്യമാക്കി തീർത്തു. നിങ്ങൾക്കുള്ള മഈഷത്തിന്റെ മാർഗം ഒരുക്കി തന്നു. എത്ര അത്ഭുതകരമാണ് മനുഷ്യന്റെ ഉപജീവന സംവിധാനം എന്ന് പറയുന്നത്. മുക്കത്തെ അരീക്കൊട്ട ബസ് സ്റ്റാൻഡിൽ ഉന്തുവണ്ടിയിൽ വെച്ച് കടല കച്ചവടം ചെയ്യുന്ന മനുഷ്യൻ, അയാൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, വീടുണ്ടാക്കുന്നുണ്ട്, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, മക്കളെ കെട്ടിച്ചയക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന ഹൈപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന മനുഷ്യനും അതേപോലെ ചെയ്യുന്നുണ്ട്. ആ ഹൈപ്പർ മാർക്കറ്റിൽ ദിവസം 300-400 രൂപക്ക് പണിയെടുക്കുന്ന മനുഷ്യനും ഈ മുതലാളിയെ പോലെ തന്നെ ജീവിച്ചു പോകുന്നുണ്ട്. മഈഷത്ത് എന്നത്, ഉപജീവന മാർഗം എന്നത് അള്ളാഹു മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ച അപാരമായൊരു സംവിധാനമാണ്. അതെ, ഭക്ഷണമില്ലാതെ ഈ ലോകത്തൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ലാത്ത വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഈ ഭൂമിയിൽ യാതൊരു ജന്തുജാലത്തെയും അള്ളാഹു സംവിധാനിച്ചിട്ടില്ല റിസ്ക് അതിനു വേണ്ടി ഒരുക്കിയിട്ടല്ലാതെ. അങ്ങനെയുള്ള നാഥൻ നമ്മളോട് പറയാണ്, മനുഷ്യ നാൽക്കാലികളെപ്പോലെ തിന്നും കുടിച്ചും സുഖിച്ചും ആഹ്ലാദിച്ചും ആനന്ദിച്ചും ഇനി എന്തുണ്ട് പുതിയ ആനന്ദത്തിന്റെ ഒരു വഴി തേടാൻ? ഒരാഘോഷത്തിനും കോപ്പില്ല എന്ന് കണ്ട 40 കൊല്ലം മുമ്പ് കഴിഞ്ഞ ബാപ്പാന്റെ ഉമ്മാന്റെയും കല്യാണം, അതിന്റെ ഒരു വാർഷികം, 40ാം വാർഷികം, പത്രത്തിൽ അവരുടെ ഒരു ഫോട്ടോ കൊടുത്ത് 1500 രൂപന്റെ ഒരു കേക്ക് പുതിയത് വാങ്ങി മുറിച്ച് കുടുംബത്തിലൊരാഘോഷം. ആഘോഷമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ആഘോഷമാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ആ മനുഷ്യനോടുള്ള പറയാണ്, നീ നിന്റെ കണ്ണൊന്ന് തുറന്നു വെക്കണം, കാതൊന്ന് തുറന്നു വെക്കണം, നിന്റെ ബുദ്ധിയൊന്ന് നീ ഉപയോഗിക്കണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ശ്രദ്ധേയമാണ്. 7ഓളം വരുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുന്നിൽ നിർത്തി അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്,
അണ്ഡകടാഹം പ്രവിശാലമായ പ്രപഞ്ചം 1800 കോടി പ്രകാശവർഷം അകലെ വരെ മാത്രമേ മനുഷ്യൻ ഇന്നും കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഈ പ്രവിശാലമായ അറ്റം കാണാൻ സാധിച്ചിട്ടില്ലാത്ത പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ ഇരുന്നിട്ടായി മനുഷ്യൻ ചോദിക്കുന്നത് എന്ത് ദൈവം, എന്ത് മുഹമ്മദ്, എന്ത് പ്രവാചകൻ. ദുർബലനായ മനുഷ്യൻ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാവും പകലും മാറി മാറി വരുന്നതിൽ പ്രകാശമെന്ന അത്ഭുതം, സി വി രാമന് നോബൽ പ്രൈസ് കിട്ടാൻ കാരണമായ പ്രകാശം. പക്ഷെ ഇന്നും പഠനം അവസാനിച്ചിട്ടില്ല. തരംഗ സിദ്ധാന്തമാണോ ശരി, കണിക സിദ്ധാന്തമാണോ ശരി, കൃത്യമായി പറയാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ പ്രകാശവുമായി ബന്ധപ്പെട്ട പഠനം ഇന്നും തുടരുകയാണ്. ഇരുളും വെളിച്ചവും അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടി സംവിധാനത്തിന്റെ ഭാഗമാണ്. ആർക്കാണ് ഇതിനെ മാറ്റാൻ സാധിക്കുക? ഖിൽഫ എന്ന പദമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ നമുക്ക് കാണാം രാവും പകലുമായി ബന്ധപ്പെട്ട അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അത്ഭുതകരമാണ് ആ പദം. ഒന്ന് പോയെങ്കിലേ മറ്റത് വരുള്ളൂ എന്നുള്ളത്. അതാണ് ഖിൽഫ എന്ന പദം. അങ്ങനെ മാറി മാറി വരുന്ന ഇരുളും വെളിച്ചവും ലോകത്ത് സംവിധാനിച്ച പടച്ച തമ്പുരാന്റെ സംവിധാനം. മനുഷ്യ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ നിനക്ക് സാധിക്കുമോ? നമ്മൾ ഇന്നും കാണുന്നുണ്ട് നിരവധി വരുന്ന വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ മാത്രം പ്രവിശാലതയുള്ള ആയുധ കൂമ്പാരങ്ങളുമായി പസഫിക്കിലൂടെ അറ്റ്ലാന്റിക്കിലൂടെ നീങ്ങുന്ന കപ്പലുകൾ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ, ഭാരമുള്ള കപ്പൽ, താഴ്ന്നു പോകാത്ത വിധം മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി ഇന്നത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ പോലും ഉപകാരമുള്ള മനുഷ്യന്റെ ഭക്ഷ്യവസ്തുക്കളും ചരക്കുകളുമായി ജലോപരിതലത്തിലൂടെ നീങ്ങുന്ന കപ്പലിനെ വെള്ളത്തിൽ താഴാതെ സംരക്ഷിച്ചു നിർത്തുന്നവൻ ആരെന്ന ചോദ്യം. അപ്രകാരം തന്നെ ഉപരിഭാഗത്ത് നിന്ന് താഴോട്ട് വർഷിക്കുന്ന മഴത്തുള്ളികൾ ആർക്ക് സാധിക്കും? ഏതാനും മാസം വർഷപാതം നീണ്ടുപോയാൽ ഏതെങ്കിലും ഒരു ഭൗതികമായ ആധുനിക സംവിധാനം ഉപയോഗിച്ച് നാട്ടിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മേഘപാളികളിൽ നിന്ന് ആ വെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ? മനുഷ്യൻ ഉപയോഗിക്കുന്ന വെള്ളം എത്ര ലിറ്ററാ ഒരു ദിവസം വിനിയോഗിച്ചു നൽകുന്നത്? അതിന്റെ വില പലപ്പോഴും അറിയപ്പെട ഒരു യാത്രയിൽ കുടിക്കാൻ ഒരു ബോട്ടിൽ 20 രൂപ കൊടുക്കുമ്പോഴാണ് പച്ചവെള്ളത്തിന്റെ വില നമ്മൾ അറിയുന്നത്. 500ന്റെ 1000ന്റെ ടാങ്ക് ദിവസം 2-3 തവണ അത് നിറച്ചത് ഉപയോഗിച്ചു തീർക്കുമ്പോൾ വെള്ളത്തിന്റെ വില നമ്മൾ അറിയുന്നില്ല. ഈ വെള്ളം ഹൈഡ്രജനും ഓക്സിജനും എന്ന 2 വാതകങ്ങൾ കൂടിച്ചേർന്ന് ഒന്ന് കത്തുന്നതും മറ്റേത് കത്താൻ സഹായിക്കുന്നതുമാണെങ്കിൽ കൂടിച്ചേരുമ്പോൾ തീയെ കെടുത്തുക എന്ന തികച്ചും വ്യത്യസ്തമായ സ്വഭാവമുള്ള വെള്ളം ചിന്തിക്കാൻ വേണ്ടി മനുഷ്യരോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. രക്തത്തിന്റെ 99% വരുന്ന, മൂത്രത്തിന്റെ അതിലേറെ വരുന്ന ശതമാന ഭാഗമായിരിക്കുന്ന വെള്ളം, അസ്ഥിയുടെ പോലും 18% വരുന്ന വെള്ളം, മനുഷ്യന്റെ ജീവന്റെ ആധാരമായ വെള്ളം, മനുഷ്യ യുക്തിവാദവുമായി നടക്കുന്ന, നിരീശ്വരവാദവുമായി നടക്കുന്ന മനുഷ്യ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും കാണാൻ, തിരിച്ചറിയാൻ സഹായിക്കുന്നത് അതിന്റെ നിറമാണെങ്കിൽ നിറമില്ലാത്ത ദ്രാവകമായ വെള്ളം എങ്ങനെ മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കുന്നു? ഒരു വസ്തുവിനെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം അതിന്റെ രുചിയാണെങ്കിൽ പ്രത്യക്ഷമായ ഒരു രുചിയുമില്ലാത്ത വെള്ളത്തോളം രുചിയുള്ള മറ്റൊരു പദാർത്ഥം ഏതാണ് നമ്മുടെ മുമ്പിലുള്ളത്? അതുകൊണ്ടാണ് 1400 കൊല്ലം മുമ്പ് ചിന്തിക്കുന്ന മനുഷ്യനോട് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ചോദ്യം, നീ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് മനുഷ്യ നീ ആലോചിച്ചിട്ടുണ്ടോ? ആ വെള്ളം ഭൂമിയിൽ പതിച്ചാൽ മണ്ണിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉറപ്പുള്ള വിത്തിന്റെ അതിന്റെ കഞ്ചുകത്തിനുള്ളിലേക്ക് സൂക്ഷ്മമായ സുഷിരത്തിലൂടെ വെള്ളം ഇറങ്ങിച്ചെല്ലുമ്പോൾ 2 ഭാഗത്തേക്കും മണ്ണിനെ പിളർത്തി തള്ളി മാറ്റി 9.8 × 10⁻6 അത്രയും ന്യൂട്ടൺ ശക്തിയുള്ള ആകർഷണ ബലത്തെ അതിജയിച്ച് ദുർബലമായ വിത്തിന്റെ മുള മേലോട്ടാണ് വളർന്നു വരുന്നത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിടത്ത് വിശുദ്ധ ഖുർആൻ അതുപോലും പറയാതെ പോയിട്ടില്ല. ഫാലിഖുൽ ഹബ്ബി വന്നവാ, വിത്തിനെയും ധാന്യത്തെയും പിളർത്തിയവൻ. എൻ്റെ നാടിൻ്റെ അടുത്ത് പള്ളിയുടെ മുന്നിൽ പുതുതായി സിമന്റ് തേച്ച മതിൽ പൊട്ടിയത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തേ രാത്രി ഏതെങ്കിലും ഡ്രൈവർമാർ ഉറങ്ങിപ്പോയിട്ട് ലോറി വന്നിടിച്ചാണോ? അവർ പറഞ്ഞു, പള്ളി കമ്മിറ്റിയുടെ ആളുകൾ പറഞ്ഞു, അതൊരു തമാശാ സംഭവം. എന്തേ, ഞങ്ങൾ കുറച്ചു മാസം മുമ്പ് ഈ പള്ളിയുടെ മതിൽ സിമന്റ് തേച്ചപ്പോൾ അതിൻ്റെ സിമന്റിൽ എങ്ങനെ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു പെട്ടുപോയി. മഴ പെയ്തപ്പം മതിൽ നനഞ്ഞു, ആ കുരു പൊട്ടി മുളച്ചപ്പോൾ മതിൽ വിണ്ടു കയറി.
അതിശക്തമായ ഉറപ്പുള്ള കോൺക്രീറ്റിനെ പോലും രണ്ടു ഭാഗത്തേക്ക് തള്ളി മാറ്റാൻ ദുർബലമായ ഒരു വിത്തിനെങ്ങനെ സാധിക്കുന്നു? വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ മനുഷ്യനോട് പറയാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ചെടികൾ മുളച്ചു വളർന്നു വരുമ്പോൾ അതാഹരിച്ച് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജന്തുജാലങ്ങൾ, അത് ഭക്ഷിക്കുന്ന ജന്തുജാലങ്ങൾ, ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിക്കുന്ന മേഘങ്ങൾ, കാറ്റുകൾ, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. സ്വന്തമെന്നു പറയാൻ ഒരു പേരില്ലാതെ, സ്വന്തമെന്നു പറയാൻ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഇങ്ങോട്ട് വന്നപ്പോ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ആംനിയോൺ, കോറിയോൺ, ഡെസിഡുവ എന്നീ 3 ആവരണങ്ങൾക്കുള്ളിൽ ബാഹ്യോപദ്രവം ഏൽക്കാതെ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടുവോ, അതിലുപരിയായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ അന്തരീക്ഷവായു ശ്വസിക്കാനുള്ള സംവിധാനം ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന വിധത്തിൽ ശ്വസന സംവിധാനം, ശരാശരി 5 ലിറ്ററോളം വരുന്ന രക്തം കൃത്യമായി പമ്പ് ചെയ്ത് ശുദ്ധീകരണം നടത്തി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ആ രക്തത്തെ പ്രവഹിപ്പിക്കാനുള്ള കൃത്യമായ സംവിധാനം, 206ഓളം വരുന്ന അസ്ഥി സംവിധാനം, അതിൽ ഏറ്റവും ചെറിയ മാലിയസ് ഇൻകസ്റ്റേപ്പിസ് എന്ന ആന്തരിക കർണത്തിനുള്ളിലെ കണ്ണുകൊണ്ട് കാണാനുള്ള വലിപ്പം പോലുമില്ലാത്ത കൊച്ചു അസ്ഥി സംവിധാനം പോലും, അവിടുത്തെ കണ്ണുകൊണ്ട് കാണാനുള്ള വലിപ്പമില്ലാത്ത സംവിധാനം പോലും മനുഷ്യന്റെ ബാലൻസിംഗിന് അനിവാര്യമാകത്തക്ക വിധത്തിൽ ഏറ്റവും ഉത്തമമായ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായ വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ഈ അത്ഭുതകരമായ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ അപകടകാരിയല്ലേ സഹോദരങ്ങളെ? നന്ദി കെട്ടവനല്ലേ സഹോദരങ്ങളെ? നിങ്ങൾ ഈ കക്കാടിലെ റോട്ടിലൂടെ നിങ്ങളുടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് തട്ടാൻ മറന്നുപോയാൽ റോഡരികിൽ നിൽക്കുന്ന നിങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരാൾ നിങ്ങളോട് ആ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. എന്താ കാരണം? മനുഷ്യ സ്നേഹമാണ്. അടുത്ത വളവ് വരുമ്പോൾ, വണ്ടി ചരിയുമ്പോൾ ഒരുപക്ഷെ അത് നിലത്ത് കുത്തി നിങ്ങൾ മറിയും, അപകടം സംഭവിക്കും. അങ്ങനെ ബഹളം ഉണ്ടാക്കി, ഒച്ചയുണ്ടാക്കി നിങ്ങളോട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചാൽ ഉടനെ കൈ ഉയർത്തി നിങ്ങളൊരാംഗ്യം കാണിക്കുക. എന്താണത്? ഒരു നന്ദി വാക്കാണ്, ഒരു നന്ദി വാക്കാണ്. യാത്രക്കിടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് എഴുതിയെടുക്കാൻ ഒരു പേന ആവശ്യമായി വന്നാൽ അടുത്ത് നിൽക്കുന്ന സുഹൃത്തിനോട് അത് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ താങ്ക്സ് എന്ന് പറയാൻ നമ്മൾ മടി കാണിക്കാറില്ല. ജീവിതത്തിലെ ഏറ്റവും ചെറിയ മറ്റൊരാൾ നൽകുന്ന സഹായത്തിന് നന്ദി പറയണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള നമ്മൾ ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ് ഓരോ സന്ദർഭത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും നന്ദിയുള്ളവരാകേണ്ടതില്ലേ മനുഷ്യർ? ആ നന്ദി ആരുടെ മുമ്പിൽ സമർപ്പിക്കണം? ചിന്ത ഉപയോഗിച്ച്, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഈ ലോകത്തെ പഠിക്കുന്ന മനുഷ്യൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം, എൻ്റെ സൃഷ്ടാവായൊരു നാഥനുണ്ട്. അവന്റെ സംവിധാനമാണ് ലോകത്തെ ഓരോന്നും. ഇവിടെ വിളിച്ചറിയിക്കുന്ന, ഇവിടെ പ്രകടമായി കാണുന്ന ഓരോ സൗന്ദര്യത്തിൻ്റെയും പിന്നിലുള്ളത് ആ റബ്ബിൻ്റെ കരവിരുതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തം എന്താണ്? ഈ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് ആ പടച്ചവൻ്റെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുക എന്നതാണ്. അങ്ങനെ സമർപ്പിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാൻ ചില സംഭവങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നൽകുമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ സുമ്മ ലാ യതൂബൂൻ വലാ ഹും യദ്ദക്കറൂൻ. മനുഷ്യർ കാണുന്നില്ലേ, എല്ലാ വർഷവും ഒന്നുകിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ തീർച്ചയായും നാം അവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സൂറത്തു തൗബ 126-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഒരു വർഷത്തിൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ തീർച്ചയായും നാം അവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവർ ഓർക്കുകയാണെങ്കിൽ, പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഉത്തമമാണ്. ആ പരീക്ഷണങ്ങൾ വ്യത്യസ്ത വിധത്തിൽ മനുഷ്യരുടെ മുമ്പിലേക്ക് വരും. പക്ഷെ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഇതൊക്കെ കണ്ടാലും എന്താണ് ആ നാഥന്റെ കഴിവ്, ഞാൻ എത്ര ദുർബലനാണ് എന്നത് തിരിച്ചറിയാൻ മനുഷ്യന് പലപ്പോഴും സാധിക്കില്ല എന്നാണ്. സൂറത്തു അൻആം 43-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തളറു. നമ്മുടെ പരീക്ഷണം വരുമ്പോ അവർക്കൊന്ന് വിനയപ്പെട്ടാൽ മതിയായിരുന്നു. അങ്ങനെ വിനയം കാണിക്കാൻ, ഞാൻ ഒന്നുമല്ല, എൻ്റെ കഴിവൊന്നുമല്ല, ഈ പ്രപഞ്ചത്തിന്റെ അങ്ങ് വിദൂരതയിലുള്ള വസ്തുവിനെ പോലും കാണാനും അറിയാനുമുള്ള സംവിധാനം ഉണ്ടായിട്ടും
കർണാടകയിൽ ഒരു ലോറി 10 അടി താഴെത്തായി തീർന്നപ്പോ കോഴിക്കോട്ടുകാരനായ കക്കോടിക്കാരനായ സഹോദരനെ കണ്ടെത്താൻ സാധ്യമാകാത്ത ദൗർബല്യത്തിന്റെ ഉടമയാണ് മനുഷ്യൻ. പ്രാപഞ്ചികമായ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഏറെയുണ്ടെങ്കിലും ഒരു ഭൂകമ്പം വരുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ദുർബലനാണ് മനുഷ്യൻ. ഖുലിഖൽ ഇൻസാനു ദഈഫ. ദുർബലനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ഞാനെന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴും തലച്ചോറിലെ കാണാൻ മാത്രം വലിപ്പം പോലും ഇല്ലാത്ത ഒരു കൊച്ചു രക്തലോമികയിൽ ഏതാനും സെക്കൻഡ് ഒരു ക്ലോട്ടിംഗ് സംഭവിച്ചാൽ ശരീരത്തിന്റെ ദുർഭാഗം തളർന്നു പോകുന്ന, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ സഹായം ആവശ്യമായി വരുന്ന ദുർബലനാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്, എന്തൊരു വണ്ടിയാ നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നതെന്നറിയാവോ? തളർറോ, വിനയപ്പെടാനാണ്. ഞാൻ ഒന്നുമല്ല എന്നത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. പക്ഷേ വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഇതൊന്നും അങ്ങോട്ട് കയറാത്ത നിലക്ക് ആ പരീക്ഷണങ്ങൾ വരുമ്പം പോലും എവിടെ പോയി കാരുണ്യവാനായ നിങ്ങളുടെ അല്ലാഹ്? എവിടെ പോയി 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിന്റെ ഉടമയായ നിങ്ങളുടെ മുഹമ്മദ്? ആ മുഹമ്മദിന്റെ മതം എവിടെ പോയി? ആ പ്രവാചകന്റെ പേര് പോലും ഏറ്റവും മോശമായ വിധത്തിൽ ഉച്ചരിക്കുന്ന വിധത്തിലുള്ള ധിക്കാരം. ഇവിടെ അല്ലാഹു മനുഷ്യനോട് പറയാണ്, എന്താ കാരണം? ഈ അനുഭവങ്ങളൊക്കെ കൺമുമ്പിൽ ഉണ്ടായിത്തീർന്നിട്ടും തന്നെ കുറിച്ച് ചിന്തിക്കാൻ, തന്റെ ദൗർബല്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഒന്ന് വിനയപ്പെടാൻ മനുഷ്യന് കഴിയാതെ പോയത് ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയതുമാണ്. അതിന്റെ കാരണം വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും. അതുമാത്രല്ല, ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാച് അവന് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ തിന്മകളൊക്കെ, അതാണ് പുരോഗതി, അതാണ് സംസ്കാരം, അതാണ് പുതിയ കാലത്ത് ആവശ്യം എന്നുള്ളത്. അല്ലാഹു കാരുണ്യവാനാണ്. മനുഷ്യന്റെ മുമ്പിൽ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തെ ജീവിതം നശ്വരമാണ് എന്നവനെ പഠിപ്പിച്ചു. ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലെ വായുകുമിള പോലെ കുറഞ്ഞ കാലത്ത് ആയുസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ ലോകത്തുനിന്ന് പോകും. ചിലപ്പോൾ ഏതാനും കൊല്ലം ആയുസ് നീണ്ടു കിട്ടും. ചിലപ്പോൾ വാർദ്ധക്യം വരെ എത്തി എന്ന് വരും. അതൊക്കെ അല്ലാഹു നിശ്ചയിച്ച കണക്കനുസരിച്ചാണ്. പക്ഷേ ഈ ജീവിതത്തിനിടയിൽ ആവശ്യമുള്ളതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച റബ്ബ് എവിടെ ഒരു ന്യൂനത, ഒരു തകരാറ്, ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല. എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം എന്താണ്? എല്ലാ കുഴപ്പത്തിന്റെയും കാരണം എന്താണ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനം കാരണം, മനുഷ്യ കരങ്ങൾ സമ്പാദിച്ചു കൂട്ടിയത് കാരണം കരയിലും കടലിലും കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ അല്പമൊക്കെ ഭാഗം അവരെ ആസ്വദിപ്പിക്കാനും എന്നിട്ട് അതിലൂടെ അവരൊന്ന് മടങ്ങാൻ തയ്യാറാകുമെങ്കിൽ അതിനാണ് അല്ലാഹു മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനം എല്ലാം അങ്ങനെയാണ്. ഒരു വിശദീകരണം ആവശ്യമല്ല. പരിസര മലിനീകരണത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ആളുകൾ സെമിനാർ നടത്തുന്നു, സിംപോസിയം നടത്തുന്നു. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ അതിൽ മാലിന്യം കുമിഞ്ഞുകൂടാതിരിക്കാൻ റബ്ബ് വെച്ച സംവിധാനം എത്ര മഹത്തരാണ്. അതൊരു കൊച്ചു കോഴിമുട്ടയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുതിയ ഫാക്ടറി ആരംഭിച്ചാൽ അവിടെ ആദ്യം കൊടികുത്തപ്പെടുന്നത് ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്? മാലിന്യ പ്രശ്നം. ഒരു ഫാക്ടറിയുടെ ഏറ്റവും മാതൃകാപരമായ ഒരു യൂണിറ്റാണ് ഒരു കോഴിമുട്ട അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ മുട്ട എന്ന് പറയുന്നത്. വലിയ രാസപ്രക്രിയകൾ, മാറ്റങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. 21 ദിവസങ്ങൾ കൃത്യമായ ഊഷ്മാവ് ലഭിച്ചാൽ ഒരു കുഞ്ഞ് ആ മുട്ടത്തോട് പൊട്ടിച്ചു പുറത്തു വരുന്നുണ്ട്. അവിടെ അത്ഭുതകരമായൊരു കാര്യമുണ്ട്. കക്കാട്ടൊരു ഫാക്ടറി തുടങ്ങിയാൽ അവിടെ ഒരു പ്രൊഡക്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും ഒരു വേസ്റ്റ് ഉണ്ടാകും. കോഴിമുട്ടക്കുള്ളിൽ വലിയ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിലെ സൈഗോട്ട് വളർന്ന് ഒരു കോഴിക്കുഞ്ഞായി മാറുന്നുണ്ട്. സ്വാഭാവികമായി അവിടെ വേസ്റ്റ് ഉണ്ടാകും. പക്ഷേ മുട്ടക്കുള്ളിലെ വേസ്റ്റിന് എന്ത് സംഭവിച്ചു? അത്ഭുതകരമാണ് ആ സംവിധാനം. കോഴിമുട്ടക്കുള്ളിൽ കുഞ്ഞ് രൂപപ്പെടുമ്പോൾ ആ പ്രക്രിയയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്
കോഴിക്കുഞ്ഞിൻ്റെ വയറ്റിനുള്ളിൽ തന്നെ നിക്ഷേപിക്കപ്പെടും. അതുകൊണ്ട് മുട്ടത്തോടുന്ന് പുറത്തു വന്നാൽ കുഞ്ഞ് ആദ്യം തന്നെ കാഷ്ടിക്കുന്നത് കാണാം. അല്പം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ആ ഒരു കോഴിക്കുഞ്ഞിന് എവിടെന്നാ ഈ വിസർജ്യം വന്നത്? അതതിൻ്റെ വേസ്റ്റ്, മുട്ടക്കുള്ളിൽ വെച്ചുണ്ടായിത്തീർന്ന പ്രൊഡക്ഷൻ്റെ വേസ്റ്റ് പുറന്തള്ളപ്പെട്ടതാണ്. എത്ര മഹത്തരം, എത്ര അത്ഭുതകരം! ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുന്നതാണ് അള്ളാഹു ഈ ലോകത്ത് വെച്ചിട്ടുള്ള സംവിധാനം. ഇവിടെ മാലിന്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കരങ്ങളുടെ പ്രവർത്തന ഫലമാണ്. ഇവിടെ കുന്ന് നിരപ്പാക്കപ്പെടുന്നുവെങ്കിൽ അക്കാരണത്താൽ അന്തരീക്ഷത്തിന്റെ പ്രകൃതിയുടെ സംവിധാനത്തിൽ കുഴപ്പമുണ്ടാകുന്നത് അതിൻ്റെ ഒക്കെ കാരണം മനുഷ്യനാണ്. ആത്യന്തികമായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പൂർവികരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇവിടുത്തെ ഫസാദ്, ഏറ്റവും വലിയ ഫസാദ് എന്താണ് ഫസാദ്? അബുൽ ആലിയ റഹിമഹുല്ലാഹ് പറയുന്നു, മൻ അസല്ലാഹ ഫിൽ അർള് ഫഖദ് അഫ്സദ ഫിൽ അർള് ലിഅന്ന സ്വലാഹൽ അർളി വസ്സമാഇ ബിത്താഅ. എന്താണ് യഥാർത്ഥമായ ഫസാദ് എന്ന് പറയുന്നത്? അല്ലാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. റഹ്മാനായ നാഥനോട് കാണിക്കുന്ന അനുസരണക്കേടാണ് ഏറ്റവും വലിയ ഫസാദ്. ആ ഫസാദാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കുഴപ്പത്തിന്റെ കാരണം. ആലോചിച്ചു നോക്കുക, അർശുടയവനായ റബ്ബ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന റബ്ബ്, ലോകത്തൊരു ന്യൂനതയുമില്ലാത്ത സംവിധാനിച്ചിട്ടുള്ള റബ്ബ്, എനിക്കും നിങ്ങൾക്കൊക്കെ അന്നവും ആഹാരവും പാനീയവും ഒരുക്കി തരുന്ന, കുടുംബജീവിതവും വീടും സമാധാനമുള്ള സുരക്ഷിതത്വമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി തന്ന അതുല്യനായ റബ്ബ്. ആ റബ്ബിന് തുല്യമാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലൂടെ നടന്നുപോയ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന സാധുവായ മനുഷ്യൻ. ആ റബ്ബിന് തുല്യമാണ്, അദ്ദേഹമാണ് ഞങ്ങളുടെ പടച്ചവൻ എന്ന് പറയുമ്പോൾ അതിന് സാധാരണ ഭാഷയിൽ നമ്മൾ എന്താണ് സഹോദരങ്ങളെ ആ മാനസികാവസ്ഥയെ വിശേഷിപ്പിക്കുക? അതേപോലെ ഉണ്ണുകയും ഉറങ്ങുകയും ഭുജിക്കുകയും ഭോഗിക്കുകയും ചെയ്യുന്ന പച്ചയായ മനുഷ്യനെ ദൈവമായി കാണുന്ന, അവരുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥനയും ആരാധനയും സമർപ്പിക്കുന്ന, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതിൻ്റെ പോലും തെളിവുകളില്ലാത്ത സ്ഥലങ്ങളെ കെട്ടിയുയർത്തി പച്ച പെയിന്റ് അടിച്ച് പച്ച കൊടി വെച്ചിട്ട് കോടികൾ വരുമാനമുണ്ടാക്കുന്ന, അവിടെയൊക്കെ ആശയുടെ കേന്ദ്രമായി ഇവിടെ മനുഷ്യർ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പൂർവികരായ മുഫസ്സിറുകൾ നൽകുന്ന വ്യാഖ്യാനം ലഹറൽ ഫസാദു എന്നതിലെ ഫസാദിലെ ഏറ്റവും ഗൗരവതരമായ തലം അതാണ്. ലിഅന്ന സ്വലാഹൽ അർളി വസ്സമായി ബിത്താഅ. ആകാശഭൂമികളുടെ സ്വലാഹ്, ഫസാദിന്റെ നേരെ വിപരീതമായ സ്വലാഹ് എന്നത് അത് ബിത്താഅ, അള്ളാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണം, അനുസരണം അതിലൂടെയാണ്. അതിൽ മനുഷ്യൻ കൈകടത്തുമ്പോഴാണ് ആത്യന്തികമായി ലോകത്ത് നാശമുണ്ടാക്കുന്നത്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഏറ്റവും സുന്ദരമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഭൂമിയിലൂടെ നിങ്ങൾ നടന്നു നീങ്ങുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചും മനസ്സിലാക്കിയും, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ വിനയാന്വിതരായി നടന്നു നീങ്ങുന്നവരാണ് കാരുണ്യവാനായ റബ്ബിൻ്റെ ശ്രേഷ്ഠരായ അടിമകൾ എന്ന് സൂറത്ത് ഫുർഖാനിലൂടെ അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. വിനയബോധത്തോടു കൂടി നടന്നു നീങ്ങുന്നവർ. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ നഖസത് സദഖത്തും മിമ്മാൽ, സദഖ സമ്പത്തിൽ ഒരു കുറവും വരുത്തൂല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച കാണിച്ചാൽ, സഹോദരനോട് വിട്ടുവീഴ്ച കാണിച്ചാൽ അത് പ്രതാപത്തിൽ വർധനവല്ലാതെ ഒരു ഇടിവും വരുത്തില്ല. എന്നിട്ട് തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തവാവഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, ഒരടിമ അള്ളാഹുവിന് കീഴ്പ്പെട്ടാൽ, വിനയം കാണിച്ചാൽ അള്ളാഹു അവന് ഉയർച്ച നൽകാതിരിക്കില്ല. മനുഷ്യന്റെ പുരോഗതിയുടെ, മനുഷ്യന്റെ വളർച്ചയുടെ മാനദണ്ഡം സൃഷ്ടിച്ചവനും സംരക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനുമായ റബ്ബിന് സമ്പൂർണമായി കീഴൊതുങ്ങി ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ ആ നാഥൻ പഠിപ്പിച്ച സമർപ്പണം ഇസ്ലാം സമ്പൂർണമായി നടപ്പാക്കുന്നിടത്താണ്. മാലിക് ദീനാർ റഹിമഹുല്ലാഹ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രധാനമായി അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നീ യഥാർത്ഥ വിശ്വാസിയായി തീരാൻ വേണ്ടി 3 കാര്യങ്ങൾക്കെതിരെ 3 കാര്യങ്ങളെ നീ പിടിച്ചു വെക്കണം. ഏതാണ് 3 കാര്യങ്ങൾക്കെതിരെയുള്ള 3 കാര്യങ്ങൾ? അൽ കിബ്റു ബിത്തവാളു, കിബ്ർ എന്ന അഹങ്കാരമെന്ന
മനുഷ്യ, നിന്റെ നാശത്തിന് കാരണമാകുന്ന ആ ദുർഗുണത്തെ നീ പിടിച്ചു വെക്കേണ്ടത് വിനയം കൊണ്ടാണ്, കീഴൊതുങ്ങൽ കൊണ്ടാണ്. 2, വൽ ഹിർസു ബിൽ ഖനാഅ. നിന്നിൽ ആർത്തി എന്നൊരു സ്വഭാവമുണ്ട്. ആ ആർത്തിയാണ് ലോകത്ത് നാശമുണ്ടാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്. നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന നിന്റെ സഹോദരന്റെ സ്വത്ത് കൈക്കലാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ ആർത്തിയാണ്. നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളിയുടെ കൂലി കൃത്യമായി കൊടുക്കാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ ആർത്തിയാണ്. അയൽവാസിയുടെ ഭൂമി സ്വന്തമാക്കാൻ കാർന്നെടുക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ ആർത്തിയാണ്. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കുടിവെക്കപ്പെട്ടിരിക്കുന്ന ആ ആർത്തിയെ നീ കീഴ്പ്പെടുത്തേണ്ടത് ഏതുകൊണ്ടാ? അത് തൃപ്തി കൊണ്ടാണ്, അള്ളാഹു നൽകിയ സംതൃപ്തി കൊണ്ട്. ഒരു നില വീടേ നിനക്കുള്ളുവെങ്കിൽ അൽഹംദുലില്ലാ, എൻ്റെ അപ്പുറത്തുള്ളത് ചെറ്റപ്പുരയാണ്, കട്ടപ്പുരയാണ്, അതിനേക്കാൾ സൗകര്യം എനിക്കുണ്ട്. എനിക്ക് 2 വീലർ മാത്രമേ ഉള്ളൂ, കാറ് വാങ്ങാൻ സാധിച്ചിട്ടില്ല. ദുഃഖിക്കേണ്ടതില്ല. എൻ്റെ അയൽവാസി ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്തവനാണ്. ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന അവനേക്കാൾ എത്ര സൗഭാഗ്യവാനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക, മേലെയുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. നിന്റെ ആർത്തിയെ തൃപ്തി കൊണ്ട് നീ കീഴടക്കുക. 3, വൽ ഹസദു ബിൻ നസീഹ. നിന്റെ മനസ്സിൽ വലിയൊരു രോഗം എപ്പോഴും ഉണ്ട്. ഏതാണത്? അസൂയ. നിന്റെ അയൽവാസി അവന്റെ മക്കൾ ഗൾഫിൽ പോയി കാശുണ്ടാക്കി നല്ല വീട് പണിതൊപ്പം നിന്റെ മനസ്സിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. നിന്റെ കുടുംബക്കാർക്ക് നിന്നേക്കാൾ കൂടുതൽ ഭൗതിക സുഖങ്ങൾ ലഭിച്ചപ്പോ നിനക്ക് മനസ്സിന്റെ കോണിൽ എവിടെ ഒരു ചെറിയ വിഷമുണ്ട്. അതിനെ നീ തകർക്കേണ്ടത് ഏതുകൊണ്ടാ? ബിന്നസിഹ, ഗുണകാംക്ഷ കൊണ്ടാണ്. അതെ, മറ്റുള്ളവർക്ക് നന്മ ലഭിക്കട്ടെ, അവന്റെ കഷ്ടപ്പാട് ഞാൻ കാണേണ്ടതില്ലല്ലോ, നന്നാകട്ടെ എന്ന നസീഹത്ത്, ആ ഗുണകാംക്ഷ കൊണ്ടാണ് നിന്റെ മനസ്സിൽ പിശാച് ഉണ്ടാക്കുന്ന അസൂയയെ, നന്മകളെ തകർത്ത് കളയുന്ന അഗ്നിയെ, വിറകിനെ തിന്നുന്ന അഗ്നിയെ പോലെ എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ച ആ അസൂയയെ നീ പരാജയപ്പെടുത്തേണ്ടത് ഗുണകാംക്ഷ കൊണ്ടാണ്. എത്ര സുന്ദരമാണ് പൂർവികരായ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അള്ളാഹു പറയാണ്, മനുഷ്യ നീ അഹങ്കരിക്കരുത് കേട്ടോ, നീ അഹങ്കരിക്കരുത്. فَكُلًّا أَخَذْنَا بِذَنبِهِ فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا وَمِنْهُمْ مَنْ أَخَذَتْهُ الصَّيْحَةُ وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضَ وَمِنْهُمْ مَنْ أَغْرَقْنَا وَمَا كَانَ اللَّهُ لِيَظْلِمَهُمْ وَلَكِنْ كَانُوا أَنفُسَهُمْ يَظْلِمُونَ. സഹോദരങ്ങളെ, ഗുരുത്വാകർഷണ ബലമാണ് ഈ ഗോളങ്ങളെയെല്ലാം ഇങ്ങനെ കൃത്യമായി അവയുടേതായ വകുല്ലും ഫി ഫലകിൻ യസ്ബഊൻ എന്ന് പറഞ്ഞ കൃത്യമായ ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കത്തക്ക വിധത്തിൽ ഈ ഗോളങ്ങളൊക്കെ ചലിക്കാൻ കാരണം അള്ളാഹു വെച്ച പ്രത്യേക ആകർഷണ ബലമാണ്. അതൊന്ന് തകർന്നാൽ എല്ലാം നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. അന്ത്യനാളിൻ്റെ അടയാളമായി അള്ളാഹു പഠിപ്പിച്ചല്ലോ. പടച്ചോനൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് ലോകത്തെ നിങ്ങൾ നടന്നു നീങ്ങുന്ന മണ്ണിന് നിങ്ങളോട് പല കഥകളും പറയാനുണ്ട്. സൂറത്ത് യൂസുഫിൽ മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അള്ളാഹു പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഒരു കഥ പഠിപ്പിക്കാൻ വേണ്ടിയല്ല. 111ഓളം ആയത്തുകളിലൂടെ ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഏത് തന്ത്രത്തെയും അതിജയിക്കാൻ അള്ളാഹുവിന്റെ തന്ത്രത്തിന് സാധിക്കും. നാട്ടിൽ ജനിക്കാനിരിക്കുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് കാരണം താൻ നശിപ്പിക്കപ്പെടുമെന്ന് ഭയപ്പെട്ട ഫിർഔൻ നാട്ടിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ തീരുമാനിക്കുകയും ഗർഭിണികളായ സ്ത്രീകളുടെ വീടുകളുടെയുമെല്ലാം മുന്നിൽ തന്റെ പട്ടാളക്കാരെ, കാവൽക്കാരെ നിയോഗിക്കുകയും ചെയ്തുവെങ്കിൽ ആ ഫിർഔനിന്റെ നാശത്തിന് കാരണമാകുന്ന മൂസ എന്ന കുഞ്ഞിനെ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്നവനാണ് ലോകത്തിന്റെ അധിപനായ പടച്ച തമ്പുരാൻ. ആ മൂസ എന്ന കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ ആ കുഞ്ഞിന്റെ ഉമ്മയെ തന്നെ ആ കൊട്ടാരത്തിൽ എത്തിച്ചവനാണ് ലോകത്തിന്റെ അധിപനായ പടച്ച തമ്പുരാൻ. കൂലി കൊടുക്കാതെ കൂലി നൽകിക്കൊണ്ട് സ്വന്തം ഉമ്മയുടെ മുലപ്പാൽ ആ കുഞ്ഞിന് നൽകിയവൻ. ആ കുഞ്ഞിനെ തന്റെ കൊട്ടാരത്തിൽ തന്റെ നാശത്തിന് കാരണമാകുന്ന കുഞ്ഞിനെ ഫിർഔനിനെ കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നവനാണ് ലോകത്തിന്റെ അധിപനായ പടച്ച തമ്പുരാൻ. അള്ളാഹുവിന്റെ യുക്തി അതാണ്. ഏതൊരു സഹോദരനെ അസൂയ മൂത്ത സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുവോ, യൂസുഫ് എന്ന ആ ബാലനെ അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രിയാക്കി മാറ്റി. അതേ നശിപ്പിക്കാൻ ശ്രമിച്ച സഹോദരങ്ങളെ കൊണ്ടുവന്ന് ആ യൂസുഫിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിച്ചവനാണ് ലോകത്തിന്റെ അധിപനായ പടച്ച തമ്പുരാൻ. ആ റബ്ബിന്റെ യുക്തി അപാരമാണ്.
ആ റബ്ബിന്റെ സംവിധാനം അപാരമാണ്. അതുകൊണ്ട് ദുർബലനായ മനുഷ്യ, നീ പാപങ്ങൾ ചെയ്ത് ജീവിച്ചാൽ, വിശ്വാസരംഗത്ത് തിന്മയുടെ വഴി നീ തെരഞ്ഞെടുത്താൽ, കർമ്മങ്ങളുടെ രംഗത്ത് നീ അപഥസഞ്ചാരം നടത്തിയാൽ, അക്രമത്തിന്റെ മാർഗം നീ തെരഞ്ഞെടുത്താൽ, ലൈംഗിക ജീവിതത്തിലെ വൃത്തികെട്ട വഴികളിലേക്ക് നീ പോയാൽ, സാമ്പത്തിക രംഗത്ത് ഏറ്റവും വൃത്തികെട്ട വഴികൾ നീ സ്വീകരിച്ചാൽ, എന്റെ ശിക്ഷ നിനക്ക് വരും. ആ ശിക്ഷ വരും. ആ ശിക്ഷ വന്നതിന്റെ പാഠങ്ങളാണ് നീ നടക്കുന്ന മണ്ണിന് നിന്നോട് പറയാനുള്ളത്. സൂറത്ത് യൂസുഫിൽ ഈ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വകം മിൻ ആയാതിൻ ഫിസ് സമാവാതി വൽ അർദ് യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. അതിന്റെ മുകളിലൂടെ മനുഷ്യൻ നടന്നു നീങ്ങുകയാണ്. എങ്ങനെ? തികച്ചും അശ്രദ്ധനായിട്ട്. പള്ളിപ്പറമ്പിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ അവിടെയുള്ള മീസാൻ കല്ലുകൾക്ക് നമ്മളോട് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ആരുടേതൊക്കെയാണ് ആ ഖബറുകൾ? അവരിൽ ഈ നാടിന് നന്മ ചെയ്ത ആളുകളുണ്ടാകും, നാട് ഉറപ്പിച്ച് നടന്ന ആളുകളുണ്ടാകും, സൽക്കർമ്മങ്ങളിലൂടെ ജനങ്ങൾക്ക് തണലേകിയവരുണ്ടാകും, സമൂഹത്തിൽ ഭിന്നതയും കുഴപ്പവും ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടാകും. ഒരുപാട് ഓർമ്മകളാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കോണിലും ഓരോ സ്ഥലവും നമുക്ക് നൽകുന്ന. ഡെഡ് സീ എന്ന ചാവുകടൽ എന്ന ജീവന്റെ സാന്നിധ്യമില്ലാത്ത ഇന്നും അത്ഭുതമായി നിലനിൽക്കുന്ന പ്രദേശം, ആലിയഹ സാഫിലഹ, മുകൾ ഭാഗം അടിഭാഗമായി തക്ക വിധത്തിൽ കീഴ്മേൽ മറിച്ചിട്ടാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത്. ആ ഭൂപ്രദേശത്തെ ചിന്തിക്കുന്ന മനുഷ്യന്റെ പാഠമായി അള്ളാഹു ലോകത്ത് നിലനിർത്തി. അള്ളാഹു പറയാണ്, ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ വമിൻഹും മൻ അഖദത്ഹു സയ്ഹാ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്. കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ചരൽ വർഷങ്ങൾ നടത്തിയിട്ട് നാം നശിപ്പിച്ച ജനതയുണ്ടായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഘോര ശബ്ദം കൊണ്ട് നാം നശിപ്പിച്ചിട്ടുള്ള ജനതയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച് കളഞ്ഞ ജനതയുണ്ടായിട്ടുണ്ട്. അതെ, ഹൂദ് അലൈഹിസ്സലാമിന്റെ, സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ, നൂഹ് അലൈഹിസ്സലാമിന്റെ, അവരുടെയൊക്കെ ജനതയിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, റബ്ബ് അവരോടൊന്നും അക്രമം കാണിച്ചതല്ല, വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവർ തങ്ങളോട് തന്നെ അക്രമം കാണിച്ച ജനതയായിരുന്നു. എല്ലാം നൽകിയ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ചു, അഹങ്കാരികളായി ഭൂമിയിലൂടെ നടന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ വെച്ച് നമ്മളൊന്ന് ആലോചിക്കുക. കണ്ടിട്ട് പഠിക്കുന്നുണ്ടോ മനുഷ്യർ? പലസ്തീനിന്റെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം എത്ര ദുഃഖസാന്ദ്രമാണ്. അള്ളാഹു അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയണിസത്തിന്റെ ലോകത്തെ തിന്മയുടെ ശക്തികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ അക്രമമാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. നമ്മുടെ നാടുകളിലുള്ള അവസ്ഥ എന്താ? ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ പാർട്ട്ണറുടെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു, 35,000 ആളുകളുടെ പരിപാടി, 5 ദിവസത്തെ കല്യാണം, ഒരാൾക്ക് 500 രൂപ ചിലവ്. 500 ഗുണിക്കണം 35,000. ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കി. ഒരു കല്യാണത്തിൻ്റെ ചെലവാണ് സഹോദരങ്ങളെ. ആലോചിച്ച് നോക്കുക. 45,000 കോടിയുടെ കല്യാണങ്ങൾ നടന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം, നമുക്കറിയാം. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. ഒരു അറബി കവി പാടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ലോകം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുഖഉൻ വസിബിയാതും മിനൽ യതമാറുല്ലഉൻ വമുഹ്മലാതുൻ ഫിൽ ഫലാത്തി റുത്തഉൻ ലസുബ്ബാ അലൈക്കുമുൽ അദാബുൽ ഔജഉ. മനുഷ്യൻ ഈ അക്രമമൊക്കെ കാണിച്ചു കൊണ്ടിരുന്നിട്ടും ലോകം നിലനിൽക്കാൻ എന്തേ കാരണം? ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുഖഉ, ഇലാഹായ റബ്ബിന് റുക്കൂ ചെയ്യുന്ന വൃദ്ധരായ ആളുകളില്ലായിരുന്നെങ്കിൽ 80ഉം 90ഉം കഴിഞ്ഞിട്ട് സുബഹിക്ക് ടോർച്ചടിച്ച് വടിയും കുത്തിപ്പിടിച്ച് പള്ളിയിലേക്ക് നടക്കുന്ന, മുട്ടുവേദനിക്കുന്ന, കാല് വേദനിക്കുന്ന, ശരീരം നേരെ നിൽക്കാൻ പ്രയാസപ്പെടുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തണുപ്പുള്ള പ്രഭാതത്തിൽ പള്ളിയിലേക്ക് നീങ്ങുന്ന വൃദ്ധരായ ആളുകളുണ്ടല്ലോ, അവരെ ഓർത്തിട്ടല്ലായിരുന്നെങ്കിൽ എന്നോ ഈ സമൂഹത്തിൽ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങുമായിരുന്നു. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതങ്ങൾ മാതാവിന്റെ മാറിൽ കിടന്നുകൊണ്ട്
ലോകത്തെ ഏറ്റവും നിഷ്കളങ്കമായ പാൽപുഞ്ചിരി ലോകത്തിന് സമ്മാനിച്ച് മാതാവിന്റെ മാറിടത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് മുലകുടിക്കുന്ന ഉമ്മമാരുടെ മുലകുടിക്കുന്ന ആ പിഞ്ചു പൈതങ്ങളുണ്ടല്ലോ, അവരോടുള്ള റബ്ബിന്റെ കാരുണ്യമല്ലായിരുന്നുവെങ്കിൽ ഈ ലോകമെന്നോ നശിപ്പിക്കപ്പെടുമായിരുന്നു. മരുഭൂമിയിൽ മേഞ്ഞു നടക്കുന്ന പാവപ്പെട്ട ഒട്ടകങ്ങളുണ്ടല്ലോ, നിഷ്കളങ്കരായ ജീവികൾ, അവരെ കുറിച്ചോർത്തിട്ടല്ലായിരുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ കഠോരമായ ശിക്ഷ എന്നോ നിങ്ങളെ ബാധിക്കുമായിരുന്നു എന്നൊരു അറബി കവി പാടിയത് എത്ര സുന്ദരമാണ്, എത്ര അർത്ഥവത്താണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ വിനയാന്യതരാകണം, നിങ്ങളുടെ ദൗർബല്യം നിങ്ങൾ തിരിച്ചറിയണം. പ്രപഞ്ചത്തിൻ്റെ ഒരു അധിപനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. LGBT-ക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുമ്പോൾ, ലിവിങ് ടുഗദറിന് വേണ്ടി നിങ്ങൾ വാദിക്കുമ്പോൾ, വിവാഹമില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രമായ വൃത്തികെട്ട ഒരു ലോകത്തിനു വേണ്ടി നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പടച്ചോന് ഈ ലോകത്തെ നശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ദുരന്തങ്ങൾ വരുന്ന അവസ്ഥ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് അഅറാഫ് 97-98 വചനങ്ങളിലൂടെ അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. വീട്ടിൽ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ഗ്രാമത്തിലേക്ക്, ഒരു പ്രദേശത്തിലേക്ക് നാം നമ്മുടെ ശിക്ഷ നടപ്പാക്കിയാൽ അവർ സുരക്ഷിതരായി തീരുമോ? രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ നടപടിക്രമം വരും എന്നാണ് അള്ളാഹു മനുഷ്യനെ താക്കീത് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ സുരക്ഷിതരാണോ അവർ? ഉറങ്ങുമ്പോൾ നിമിഷാർദ്ധങ്ങൾ കൊണ്ട്, രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യൻ സെക്കൻഡുകൾ കൊണ്ടില്ലാതാകുന്ന അവസ്ഥ വരും. അടുത്ത ആയത്തിൽ അള്ളാഹു എന്താ ചോദിക്കുന്നത്? അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പൂർവാന്ന സമയം, ഉച്ചനേരം, ആ സമയത്ത് നാം ഒരു ശിക്ഷ ഇറക്കിയാൽ അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? നട്ടുച്ച നേരത്ത് വിനോദത്തിൽ ഏർപ്പെടുമ്പോഴും നട്ടപ്പാതിരയിൽ തന്റെ വിരിപ്പിൽ ശാന്തമായി ഉറങ്ങുമ്പോഴും അള്ളാഹുവിന്റെ ഒരു തീരുമാനം വന്നാൽ, റബ്ബിന്റെ ഒരു നടപ്പാക്കൽ വന്നാൽ മനുഷ്യൻ അവിടെ നിസ്സഹായനായി തീരുമെന്നത് പടച്ച തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ തന്നെ ചിലർ ചോദിക്കും, എന്തിനാ റബ്ബ് കാരുണ്യവാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങളിൽ ഏതിൽ? അവിടെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യമെന്താണ്, അർത്ഥമെന്താണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. നന്മ ചെയ്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര ഹ്രസ്വമായ കാലമാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിലും അവന് നഷ്ടമില്ല. കാരണം അറ്റമില്ലാത്ത ഒരു ലോകം അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, സുഖാസ്വാദനങ്ങളുടെ ലോകം. അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്ന പരിമിതമായ കാലഘട്ടം, കൃത്യമായ നീതി നടപ്പാക്കപ്പെടാത്ത സംവിധാനമാണല്ലോ ഈ ലോകത്തുള്ളത്. അതിനേക്കാൾ ഉപരി ശാശ്വത ശാന്തിയുടേതായ ഒരു ലോകം, അത് എല്ലാവരും സത്യത്തിൽ അംഗീകരിക്കുന്ന. എനിക്ക് പലപ്പോഴും ഒരു തമാശയായി തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ഈ മഗ്രിബിൻ്റെ നേരത്തൊക്കെ പലപ്പോഴും ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകന്മാരും ഒക്കെ മരണപ്പെട്ട ദിവസമാണെങ്കിൽ അനുശോചന യോഗം ഉണ്ടാവും ആ സന്ധ്യാനേരം. ആ അനുശോചന യോഗത്തിൽ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടാവും. എല്ലാ പാർട്ടിയിലും പ്രതിനിധികൾക്ക് ഒരു 4-5 മിനിറ്റ് കൊടുത്താൽ അവരൊക്കെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ അപദാനങ്ങൾ വാഴ്ത്തിയിട്ട് അവസാനം ഒറ്റ വാചക പറയാം: അദ്ദേഹത്തിൻ്റെ പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. ആത്മാവ് എന്നൊന്നില്ലാതെ എന്ന് വാദിച്ച ആളുകളും നിത്യശാന്തിയുടെ ഒരു ലോകമുണ്ട് എന്നതിനെ നിഷേധിച്ച ആളുകളൊക്കെ അനുശോചന യോഗത്ത് പ്രസംഗിക്കും പറയാതെ തന്നെ പറഞ്ഞു എന്നൊരു വാചകമാണത്. അദ്ദേഹത്തിൻ്റെ പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. ഈ 2 കാര്യങ്ങളിലാണ് ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കാണിച്ചിട്ടുള്ളത്. പരേതനൊരാത്മാവുണ്ട്, ആ ആത്മാവിൻ്റെ രക്ഷയാണ് ആത്യന്തികമായ രക്ഷ. ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നൊരു ലോകമുണ്ട്. കാരണം ഈ ലോകം അപൂർണമാണ്. അധ്വാനിച്ചവന് പൂർണ്ണമായ പ്രതിഫലം നൽകാൻ ഇവിടെ സംവിധാനമല്ല. നന്മ ചെയ്തവന് തുല്യമായ പ്രതിഫലം നൽകാനോ തിന്മക്ക് തുല്യമായ ശിക്ഷ നൽകാനോ ഈ ലോകത്ത് സംവിധാനമല്ല. അതുകൊണ്ട് അത് ലഭിക്കുന്ന ഒരു ലോകം നിത്യശാന്തിയുടെ ലോകം, യഥാർത്ഥ സമാധാനത്തിൻ്റെ ലോകം. അവിടേക്കുള്ള യാത്രയിലാണ് മനുഷ്യൻ. അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഏത് പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് നഫ്സും മുത്മയിന്നയാകാൻ, സമാധാനമടയുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകാൻ മനുഷ്യന് സാധിക്കും. ഒരു സുഹൃത്ത് അനുഭവം പറഞ്ഞു. ഗൾഫിലെ 40 നിലയോളമുള്ള ഒരു കെട്ടിടം, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞ് താഴോട്ട് വീണു.
തല പൊട്ടിച്ചെതറി, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ വന്ന് ഓടിക്കൂടി. ആ ഓടിക്കൂടി ആളുകൾക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ ആ കുഞ്ഞിനെ വാരിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് കണ്ണ് മേലോട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. ആരായിരുന്നു ആ മനുഷ്യൻ? ആ കുഞ്ഞിന്റെ ഉപ്പയാണ്. 40 നിലയുള്ളൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ തന്റെ കരളിന്റെ കഷ്ണമായ പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് കയ്യിലെടുത്ത് ആകാശത്തേക്ക് കണ്ണുയർത്തി അൽഹംദുലില്ലാ പറയാൻ ഒരൊറ്റ മനുഷ്യനെ സാധിക്കുള്ളൂ. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമർത്ഥം? ആരാണ് എന്റെ റബ്ബ്? എന്താണ് യഥാർത്ഥമായ പരലോകം എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ. അയാൾക്കല്ലാതെ സമാധാനം ഉണ്ടാവില്ല. സ്വർഗം, നരകം, പരലോകം എന്ന പേരിൽ ഖണ്ഡശ ലേഖനം പ്രസിദ്ധീകരിച്ച ഒരാള് പിൽക്കാലത്ത് എഴുതിയല്ലോ. അപകടം നടന്ന മകൻ മരിച്ചൊരു വീട്ടിൽ ചെന്നപ്പോ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ സുഹൃത്തിനെ ആശ്വസിപ്പിച്ചു. മരണാനന്തര ജീവിതത്തിലും ദൈവത്തിലും വിശ്വാസമില്ലാത്ത ഞാൻ ഒരു മരണ വീട്ടിൽ ചെന്നാൽ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുക? ദൈവത്തെയും മതത്തെയും ഒക്കെ നിഷേധിക്കുന്ന ഒരാള് ഒരു മകനോ മകളോ അപകടത്തിൽ മരിച്ചൊരു വീട്ടിൽ ചെന്നാൽ ദുഃഖിതരായ മാതാപിതാക്കളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുക? സഹോദരങ്ങളെ, ജീവിതത്തിലെ മനുഷ്യന്റെ ആശ്വാസം, മനുഷ്യന്റെ പ്രതീക്ഷ കാരുണ്യവാനായ റബ്ബ് മാത്രമാണ്. ആ റബ്ബിലുള്ള വിശ്വാസം നൽകുന്ന പ്രതീക്ഷയോളം മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അവനെ നിഷേധിക്കുന്ന കാര്യത്തെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും ഗൗരവതരമായി കാണാൻ കാരണം. കുഫ്ർ, ദൈവനിഷേധം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേന കടം വാങ്ങിയിട്ട് എഴുതി തിരിച്ച് ടോപ്പിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ താങ്ക്സ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ തനിക്ക് വേണ്ടുന്നതെല്ലാം നൽകിയ റഹ്മാനായ റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ നിഷേധം കാണിക്കുമ്പോ, ആ റബ്ബിനെ റബ്ബായി അംഗീകരിക്കാൻ അവന്റെ അഹങ്കാരം അവൻ അനുവദിക്കാതിരിക്കുമ്പോ, അതാണ് കുഫ്ർ. കഫറ എന്ന വാക്കിന് മൂടി വെക്കുക എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് അറബി ഭാഷയിൽ കർഷകന് കാഫർ എന്ന പ്രയോഗമുണ്ട്. വിത്തിനെ മണ്ണിനടിയിലിട്ട് മൂടുന്നവൻ എന്നർത്ഥത്തിൽ. സത്യത്തെ മൂടി വെക്കുന്നവനാണ് കാഫർ, നിഷേധി. അത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വർഗീയതയുടെ ഒരു പ്രയോഗമായിട്ടൊക്കെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. പ്രപഞ്ച സത്യം, സൂര്യപ്രകാശം പോലെ, പച്ചവെള്ളം പോലെ സരളമായ ലളിതമായ സത്യം. ഈ ലോകത്തിനൊരു നിയന്താവുണ്ട്. ആദ്യവും അന്ത്യവും ഇല്ലാത്ത, ജാതനും ജനകനുമല്ലാത്ത അതുല്യനായ ഒരു സംവിധായകൻ റബ്ബ്. ആ സത്യത്തെ നിഷേധിക്കുന്നവനെയാണ് കാഫർ എന്ന് പറയുന്നത്. അങ്ങനെ നിഷേധിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിനുള്ള കോപം വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. തീർച്ചയായും നിഷേധികളായി ജീവിക്കുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കുഫ്റിൽ മരണപ്പെടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം, മലക്കുകളുടെ ശാപം, മുഴുവൻ മനുഷ്യരുടെയും ശാപം. ഗൗരവതരമാണ് വിഷയം. ഒരു വക്ത് നമസ്കാരം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ തറക സ്വലാത്ത ഫഖദ് കഫറ. ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്നുള്ളതാണ്. ആ കുഫ്ർ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് ഏറ്റവും ഗൗരവതരമായി പരിശുദ്ധ ഇസ്ലാം കാണുന്നു. അതുകൊണ്ട് അള്ളാഹു പറയാണ്, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊൻ ഔ യഖിലൂൻ. ദേഹേച്ഛയെ, സ്വന്തം ദേഹത്തിന്റെ ഇച്ഛകളെ ഇലാഹാക്കി ജീവിക്കുന്ന ആളുകൾ സൂറത്ത് ഫുർഖാനിലൂടെ അള്ളാഹു പറയുന്നു, ഇൻഹും ഇല്ലാ കൽ അൻആം. അവർ നാൽക്കാലി മൃഗങ്ങളെ പോലെയല്ലാതെ അല്ല, അഥവാ നാൽക്കാലി മൃഗങ്ങളെ പോലെയാണ് അവർ. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല, ബൽഹും അളല്ലു സബീല. അതിനേക്കാൾ മ്ലേച്ഛരാണ്. കക്കാടങ്ങാടിയിൽ ഏതെങ്കിലും ഒരു മക്കാനിയിലിരുന്ന് രാവിലെ അല്ലെങ്കിൽ 11 മണിക്ക് ഒരു ചായ കുടിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന കടിയുടെ ഒരു കഷ്ണം നുള്ളിയിട്ട് റോട്ടിൽ നടക്കുന്ന ഒരു പട്ടിക്ക് ഇട്ടുകൊടുത്ത് 2 ദിവസം ഇട്ടുകൊടുത്താൽ മതി. 3-ാമത്തെ ദിവസം നമ്മളെ കാണുമ്പോൾ അത് വാലാട്ടാൻ തുടങ്ങും. വീട്ടിൽ വളർത്തുന്ന നാൽക്കാലി മൃഗം ദൂരെ നിന്ന് നമ്മുടെ ശബ്ദം, കാലടി ശബ്ദം കേൾക്കുമ്പോഴേക്ക് കരയാൻ തുടങ്ങും. മൃഗങ്ങൾ നന്ദി കാണിക്കുന്നവരാണ്. നന്ദി കാണിക്കാത്ത നിഷേധിയായ മനുഷ്യനെ കുറിച്ച് കൽ അൻആം, മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞു, ബൽഹും അളല്ലു സബീല. അതിനേക്കാൾ മ്ലേച്ഛമായ വഴിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവർ. ശരിതെറ്റുകളെ കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾ. അതുകൊണ്ട് സംസ്കാരമുള്ളവനെന്നോ
AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ ജീവിക്കുന്നവന് എന്നോ വീരവാദം മുഴക്കിയതുകൊണ്ട് കാര്യമില്ല. ബുദ്ധി കൊണ്ട് കാണേണ്ടത്, അറിയേണ്ടത്, കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കേണ്ടത്, ചിന്തിച്ചുൾക്കൊള്ളേണ്ടെന്ന ആത്യന്തികമായ സത്യം അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എത്ര വിവരവും വിദ്യാഭ്യാസവും ഒക്കെ മനുഷ്യനുണ്ടായിട്ടൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ വിവരക്കേടാണ് കുഫ്ർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ആ കുഫ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും മനസ്സിലാക്കി ഈ ലോകത്ത് കൃത്യമായ നന്മയുടെ അടയാളങ്ങൾ ബാക്കിയാക്കി നമുക്ക് വിട പറയാൻ സാധിച്ചാൽ അതാണ് സൗഭാഗ്യം. അതിന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് സഹോദരങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, തവാദുൾ, വിനയം. ഞാനൊന്നുമല്ല. നമുക്കൊക്കെ ഉള്ള വലിയ കുഴപ്പമെന്താ? സ്വന്തത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്കാണ് നോക്കുക. അവന് നിസ്കാരമുണ്ടോ, അവന് നോമ്പുണ്ടോ, അവൻ സദക്ക കൊടുക്കുന്നുണ്ടോ, അവൻ ദീനി കാര്യങ്ങളിലൊക്കെ സജീവമാണോ? ശ്രദ്ധിക്കണം, നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ അവസ്ഥ എന്താണ് എന്നത്. ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്ന് റസൂലിന്റെ നാവിലൂടെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ അങ്ങാടിയിലൂടെ റോട്ടിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് തന്നേക്കാൾ പ്രായം മുതിർന്ന ഒരാളെ കണ്ടാൽ സലാം പറഞ്ഞ് കൈപിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഈ ഉമറിന് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. അതുകൊണ്ട് ഈ ഉമറിനേക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കാനിടയുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടികളെ കാണുമ്പോൾ കണ്ടാൽ സലാം പറഞ്ഞ് കൈപിടിച്ചവരോട് പറയുന്നു, കുഞ്ഞെ ഈ ഉമറിന് വേണ്ടി ദുആ ചെയ്യണം. ഈ ഉമർ നിന്നേക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ ജീവിച്ചവനാ. അതുകൊണ്ട് നിന്നേക്കാൾ കൂടുതൽ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. നീ എൻ്റെ അത്ര തിന്മകൾ ചെയ്തിട്ടുണ്ടാകില്ല. നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഈ സാധുവായ ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മാനസികാവസ്ഥ അതെത്ര ഉന്നതമാണ് സഹോദരങ്ങളെ. ഫഅമ്മാ മൻ ഇസ്തഗ്ന എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ച വാക്ക്. ഇസ്തിഗ്ന, ഞാൻ തരക്കേടില്ല എന്ന ചിന്ത. ആ ചിന്ത എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ കടന്നുകൂടിയാൽ നമ്മുടെ നാശത്തിൻ്റെ തുടക്കമാണ്. അതിനു പകരം ഒന്നുമായിട്ടില്ല, എൻ്റെ ഇബാദത്തുകൾ ഒന്നും ആയിട്ടില്ല, എൻ്റെ ദാനധർമ്മങ്ങൾ എവിടെ എത്തിയിട്ടില്ല എന്ന തന്നെക്കുറിച്ചുള്ള, തൻ്റെ കർമ്മങ്ങളുടെ നിസ്സാരതയെക്കുറിച്ചുള്ള ബോധ്യമാണ് കൂടുതൽ പ്രവർത്തിക്കാൻ നമുക്ക് പ്രേരണയായി തീരുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഫലവത്താണ്. നന്മകൾ മാത്രമാണ് അവനിലൂടെ നാടിന് ലഭിക്കുന്നത്, സമൂഹത്തിന് ലഭിക്കുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കൊക്കെ വരാനിരിക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, എൻ്റെ കാലിലടിഞ്ഞ ചെരുപ്പാണ്. അതിൻ്റെ വാറ് എൻ്റെ വിരലുകൾക്കിടയിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. അൽ ജന്നത്തു അഖറബു ഇലാ അഹദിക്കും മിൻ ശിറാഖിൻ അലൈഹി വന്നാറു മിസ്ല ദാലിക്. സ്വർഗം ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ്, നരകം അങ്ങനെ തന്നെ തൊട്ടടുത്താണ്. അനുഭവങ്ങൾ ഒരുപാട് നമുക്കുണ്ടെങ്കിലും ഈ മരണം എന്നെ ബാധിക്കാം എന്ന യാഥാർത്ഥ്യം പലപ്പോഴും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറില്ല. ആലോചിച്ച് നോക്കുക. ഒരു സുഹൃത്തിൻ്റെ അനുഭവം പറഞ്ഞു. 10-25 കൊല്ലം നാട് വിട്ടു പോയിട്ട് ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് കുറേ പണം ഉണ്ടാക്കി മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്ത് ഇടവഴി കടന്നു പോയിട്ടുള്ള തറവാട് വീട്. ഈ സഹോദരൻ മാരകമായ രോഗം ബാധിച്ച് മരിച്ചപ്പോൾ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. റോഡിന്റെ സമീപത്ത് ഏതാനും സെന്റ് ഭൂമി വാങ്ങി നല്ലൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. മയ്യത്ത് എവിടെ വെക്കണം? ആളുകൾക്ക് വരാൻ പാർക്കിങ്ങിനൊക്കെ സൗകര്യം മെയിൻ റോഡിന്റെ സൈഡിലുള്ള പുതിയ നിർമ്മിച്ച വീടാണ്. പക്ഷെ കുടുംബക്കാരുടെ തീരുമാനം എന്താ? ഒരു പുതിയ വീട്ടിൽ ആദ്യം തന്നെ ഒരു മയ്യത്ത് വെക്കേണ്ടതില്ല. 25 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ വീട് നമ്മുടെ മയ്യത്ത് വെക്കാൻ പോലും കൊള്ളില്ല എന്നാകാം ഒരുപക്ഷെ നാളെ നമ്മുടെ കുടുംബം തീരുമാനിക്കുന്നത്. ഞാൻ ഓർത്തു പോകുന്നു, 32 കൊല്ലം സൗദിയിൽ കഠിനമായി അധ്വാനിച്ച് സൂപ്പർ മാർക്കറ്റുകളൊക്കെ സ്വന്തമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബനാഥൻ. അദ്ദേഹം 32 വർഷം സൗദിയിൽ കഠിനമായി അധ്വാനിച്ച് വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കി അവസാനം കിഡ്നി ഫെയിലറായി മരിച്ചു. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മയ്യത്ത് മറമടക്കി ഖബർസ്ഥാനിൽ തിരിച്ചു നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൈ മുറുകെ പിടിച്ച് നിറഞ്ഞ കണ്ണുകളോട് എന്നോട് പറഞ്ഞു, 32 കൊല്ലം ബാപ്പ അധ്വാനിച്ചത് മുഴുവൻ ചിലവാക്കി, പക്ഷെ ബാപ്പാനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല. അള്ളാൻ്റെ കള അങ്ങനെയായിരുന്നു. ഞാൻ ആ നിമിഷം ഓർത്തു സഹോദരങ്ങളെ, നമ്മുടെ നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള ആ കൊച്ചു അവയവം
32 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചത് മുഴുവൻ ചിലവഴിച്ചാലും മതിവരില്ല അതൊരു തകരാറിലായി കഴിഞ്ഞാൽ. നമ്മുടെ ഓരോ അവയവം കോടികളുടെ വിലയുള്ളതാണ്. ആ അവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. റഹ്മാനായ നാഥൻ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അത്രയേ ഉള്ളൂ ഞാനും നിങ്ങളൊക്കെ. ഒരു നിമിഷം വരാനുണ്ട്. കക്കാടിലെ, കാരശ്ശേരിയിലെ, കൊടിയത്തൂരിലെ, ചെറുവാടിയിലെ പള്ളിയുടെ മെഹ്റാബിന് സമീപത്ത് എന്റെയും നിങ്ങളുടെയും മയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഓമനിച്ചു വളർത്തിയ മക്കൾ ആ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുന്ന ഒരു നിമിഷം. നമ്മുടെ മുന്നിലിരിക്കുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉപ്പയാണ്. നിങ്ങൾക്ക് പരിചയമുണ്ട്. ഉപ്പാന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം. സഹോദരങ്ങളെ, പൊരുത്തപ്പെടിക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. മക്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുന്ന നമുക്ക് ആശ്വസിക്കാൻ പറ്റുമോ? ജീവിക്കുന്ന കാലത്ത് ഒരു മനുഷ്യന്റെയും മനസ്സിൽ വേദന ഉണ്ടാക്കാതെ ജീവിക്കാനുള്ള ശ്രമമല്ലേ നമുക്ക് ആവശ്യം? ഈ ഒരു നിമിഷം എനിക്കും നിങ്ങൾക്കൊക്കെ വരാനിരിക്കുന്നതാണ്. നാട്ടുകാരെ കൊണ്ട് മക്കൾ പൊരുത്തപ്പെടുവിപ്പിക്കുന്ന ഒരു നിമിഷം. അവിടെ പിന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെയും മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ ബാക്കിയാകാതെ നന്മയെക്കുറിച്ചുള്ള ഓർമ്മ മാത്രം ബാക്കിയാക്കി വിട പറയാൻ സാധിക്കുക എന്നുള്ളത്. ആ മയ്യത്ത് മുന്നിൽ വെക്കുന്ന സമയത്ത്, പടച്ചോനെ, എൻ്റെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണം വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ച മനുഷ്യനാണത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഞാൻ നേരിട്ടപ്പോ ഒരാളും അറിയാതെ എന്നെ സഹായിച്ച മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോ അത് എത്രമാത്രം ഹൃദയത്തെ സ്പർശിക്കുന്നതായി തീരും സഹോദരങ്ങളെ. അതല്ലേ ജീവിതത്തിലെ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഒരു നിമിഷം കടന്നു വരാനുണ്ട്. ഞാനും നിങ്ങളൊക്കെ നിർമ്മിച്ച നമ്മുടെ വീട്, ആ വീടിന്റെ ഡൈനിങ് ഹാളിൽ, സ്വീകരണ റൂമിൽ ഒരു പലകയുടെ മുകളിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കിടത്തപ്പെടുന്ന, വെള്ളത്തുണി വിരിച്ച് കിടത്തപ്പെടുന്ന ഒരു ദിവസം. അതുവരെയുള്ള ഏത് ആഘോഷങ്ങൾക്കും ക്ഷണിച്ചിട്ടാണ് ആളുകൾ വന്നിരുന്നതെങ്കിൽ ക്ഷണിക്കാതെ കേട്ടറിഞ്ഞ ആളുകൾ മുഴുവൻ വരുന്ന ഒരു ദിവസം. അതുവരെയുള്ള എല്ലാ ദിവസവും നമ്മുടെ വസ്ത്രം നമ്മളാണ് ധരിച്ചതെങ്കിൽ നമ്മളെ മറ്റുള്ളവർ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു ദിവസം. അതുവരെയുള്ള ഏത് യാത്രയിലും കൂടെ പോരാൻ ഭാര്യ വിളിച്ചിരുന്നെങ്കിൽ, മക്കൾ വിളിച്ചിരുന്നെങ്കിൽ ഒരാളും കൂടെ പോരാൻ തയ്യാറാകാത്ത യാത്ര പുറപ്പെടുന്നൊരു ദിവസം. അന്നത്തെ ദിവസം എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കണ്ട ശേഷം ആ മുറ്റത്തേക്കിറങ്ങി പേരമരത്തിന്റെ ചുവട്ടില്, മാവിന്റെ ചുവട്ടില്, സപ്പോട്ട മരത്തിന്റെ ചുവട്ടില് 3-4 ആളുകൾ കൂടി നിന്ന് പരസ്പരം ശാന്തമായ ശബ്ദത്തിൽ പറയുന്ന ചില വാക്കുകളുണ്ട്. അതാണ് ഞാൻ, അതാണ് നിങ്ങൾ. നമ്മുടെ മയ്യത്ത് അവിടെ കിടത്തപ്പെടുന്ന ആ ദിവസം മുറ്റത്ത് കൂടി നിൽക്കുന്ന, അപ്പുറത്തും ഇപ്പുറക്കെ നിൽക്കുന്ന ആളുകൾ പരസ്പരം പതുക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, അതാണ് നമ്മൾ. അത് നല്ല വാക്കാണോ? രക്ഷപ്പെട്ടു. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ സഹാബികൾ ആ മയ്യത്തിന്റെ നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, സ്ഥിരപ്പെട്ടു. പറഞ്ഞ നന്മ സ്ഥിരപ്പെട്ടു, അയാൾക്ക് സ്വർഗം കിട്ടിയെന്നർത്ഥം. മറ്റൊരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ ചില തകരാറുകളെ കുറിച്ച്, അയാളുടെ ജീവിതത്തിലെ ചില തകരാറുകളെ കുറിച്ച് അവർ ചർച്ച ചെയ്തപ്പോ റസൂൽ പറഞ്ഞു, സ്ഥിരപ്പെട്ടു എന്ന്. സഹോദരങ്ങളെ, നമ്മൾ മരിക്കുന്ന ദിവസം നാട്ടുകാരും കുടുംബക്കാരും നമ്മളെ കുറിച്ച് പറയുന്നത് എന്താണോ അതാണ് നമ്മൾ. ആ നല്ല ഓർമ്മ ഈ നാടിന് സംഭാവന ചെയ്താണോ നമുക്ക് യാത്ര പറയാൻ സാധിക്കുന്നത്? നമ്മൾ സൗഭാഗ്യവാന്മാരായി. ഒരൊറ്റ വചനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ദുഖാനിൽ 29-ാമത്തെ ആയത്ത്, സത്യവിശ്വാസി ലോകത്തുണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല. നേരത്തെ പറഞ്ഞല്ലോ, കാഫിർ മരിക്കുമ്പോ അള്ളാഹുവിന്റെ ശാപം, മലക്കുകളുടെ ശാപം, മുഴുവൻ മനുഷ്യരുടെയും ശാപമെന്ന്. എന്നാൽ മുഅ്മിനിന്റെ മരണത്തിന്റെ ദിവസം ആകാശവും ഭൂമിയും കരയുമെന്നാണ് സൂറത്തു ദുഖാനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. സൂറത്തു ദുഖാനിലെ 29-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്തിന്റെ വിഷയം? ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമായ അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഫിർഔൻ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായി നദിയിൽ മുങ്ങി മരിച്ചപ്പോ ആ സംഭവത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർള് വമാ കാനൂ മുൻദരീൻ. ഫിർഔനും തന്റെ കിങ്കരന്മാരും മുങ്ങി മരിച്ചപ്പോ ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരഞ്ഞില്ല, അവർക്ക് അവധി നീട്ടപ്പെട്ടതുമില്ല. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബികൾ റസൂലിനോട് സംശയം ചോദിച്ചു.
ഫിർഔന് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ലെന്നാണല്ലോ അല്ലാഹ് പറഞ്ഞത്. ആകാശവും ഭൂമിയും കരയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും മുഅ്മിനിന്റെ മരണത്തിന്റെ ദിവസം ആകാശവും ഭൂമിയും കരയും. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ച മനസ്സിലാക്കിയ കാര്യം അദ്ദേഹം പറയുന്നു, ഇന്നഹു ലൈസ അഹദും മിനൽ ഖലായികി ഇല്ലാ ലഹു ബാബുൻ ഫിസ് സമായി മിൻഹു യൻസിലു റിസ്ഖഹു വഫീഹി യസ്അദു അമലഹു ഫഇദാ മാതൽ മുഅ്മിനു ഫഉഗ്ലിക ബാബഹു മിനസ് സമായി അല്ലദീ കാന യസ്അദു ഫീഹി അമലഹു വയൻസിലു മിൻഹു റിസ്ഖഹു ബകാ അലൈഹി. ആകാശത്ത് രണ്ട് വാതിലുകളുണ്ട്. ഒന്നിലൂടെയാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനുള്ള റിസ്ക് അല്ലാഹു ഇറക്കി കൊടുക്കുന്നത്. മറ്റേ വാതിലൂടെയാണ് മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. മുഅ്മിൻ മരിക്കുമ്പോൾ അല്ലാഹു ഈ വാതിലം കൊട്ടിയടക്കും. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ആകാശവും ഭൂമിയും കരയും. സഹോദരങ്ങളെ, സുബിയുടെ ബാങ്ക് കേട്ട് വീട്ടിൽ നിന്ന് നമ്മൾ നടന്നു നീങ്ങിയ വഴിയുണ്ടല്ലോ, അവിടുത്തെ നമ്മുടെ കാലിന്റെ സ്പർശനമേറ്റ കല്ലും മുരടും മുള്ളുമെല്ലാം നമ്മുടെ മയ്യത്തെടുക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ ആ അനുഭവം അവർക്കില്ല. ആ മണ്ണ് കരയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചു പറഞ്ഞത് ഹത്താ മുസല്ലാഹു എന്നാണ്. അവന്റെ മുസല്ല വരെ കരയും. പള്ളിയിൽ നമ്മൾ സുജൂദ് ചെയ്ത ഒരു സ്ഥലമുണ്ട്, അവിടെ നമ്മുടെ സുജൂദില്ല. നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ച നമ്മുടെ മുസല്ലയുണ്ട്. നമ്മുടെ മയ്യത്തെടുത്ത ദിവസം അത് മടക്കി വെക്കപ്പെട്ടു. ആ മുസല്ലയിൽ നമ്മുടെ സുജൂദ് കിട്ടിയില്ല. ആ മുസല്ല കരയും. നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ ഓതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി ഉണ്ടല്ലോ, വീട്ടിൽ എപ്പോഴും നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്ന, ഏത് സന്ദർഭത്തിൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഖുർആൻ നമ്മുടെ മയ്യത്തെടുക്കുന്ന ദിവസം ആ ഖുർആനിന്റെ കോപ്പി കരയും. നമ്മുടെ അസാന്നിധ്യത്തിൽ അത് ദുഃഖിക്കും. ഈ പ്രപഞ്ചം കരയും, ആകാശഭൂമികൾ കരയും. അതാണ് ഒരു മുഅ്മിൻ ഈ ലോകത്ത് നൽകുന്ന സ്വാധീനം എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. ആ സൗഭാഗ്യത്തിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. ലഭിച്ച ആയുസ് എത്രയാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും അമലു സാലിഹാത്ത് കൊണ്ട് അത് സമ്പുഷ്ടമാക്കി അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജ ഉയർത്താനുള്ള ശ്രമം. പടച്ചോന്റെ അടുക്കൽ മനുഷ്യന്റെ സ്ഥാനം ഉയർത്തുന്നത് രണ്ട് കാര്യങ്ങളാണെന്നാണ് അള്ളാഹ് പറഞ്ഞത്. ബാങ്കിൽ എത്ര, അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നതല്ല, എത്ര ഏക്കറയുടെ ആധാരം നിന്റെ കയ്യിലുണ്ട് എന്നതല്ല. അള്ളാഹുവിന്റെ അടുക്കൽ മനുഷ്യന്റെ പദവി ഉയർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈമാൻ, രണ്ട് ഇൽമ്, വിശ്വാസത്തിന്റെ ദൃഢീകരണം. ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചോനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ദീനിനെ കുറിച്ചുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസം അത് അള്ളാഹുവിന്റെ അടുക്കൽ ദറജ ഉയർത്തും. രണ്ട് ഇൽമ്, അത് നേടാനുള്ള ശ്രമം, ആ കാര്യത്തിൽ കാണിക്കുന്ന ആർത്തി, ജീവിത തിരക്കുകൾക്കിടയിൽ അത് സമ്പാദിക്കാനുള്ള പരിശ്രമങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ ദറജ ഉയർത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇൽമിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറുക. ഇന്നത് കരഗതമാക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. QHLS ക്ലാസ്സുകളുണ്ട്, ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്. എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നൽകിയ ഈ ആയുസ്, അള്ളാഹു നൽകിയ ഈ ആരോഗ്യം, അള്ളാഹു നൽകിയ ജീവിത വിഭവങ്ങൾ ഏത് സമയവും നഷ്ടപ്പെടാം. ഇന്ന് കണ്ടവർ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് നമ്മൾ ഭൂമിയുടെ അതിരിൻ്റെ പേരിൽ തർക്കിക്കുന്നുവെങ്കിൽ നാളെ അതിര് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ് വയനാട്ടിലെ സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്ര നിസ്സഹായരാണ് നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ദൗർബല്യം തിരിച്ചറിഞ്ഞ്, നമ്മുടെ കഴിവ് കേടുകളെ തിരിച്ചറിഞ്ഞ്, റഹ്മാനായ റബ്ബിൻ്റെ ഇസ്സത്ത് എത്ര ഉന്നതമാണ് എന്ന് മനസ്സിലാക്കി ആ പടച്ചവൻ്റെ ഇഷ്ടം നേടി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള സമർപ്പിതമായൊരു ജീവിതം, ശരിയായ മുസ്ലിം. കൃത്യമായി ലോകത്തോട് നമുക്ക് പറയാനുണ്ട്, ഏതു വിഷയത്തിലും തൗഹീദിന് പകരം വെക്കാൻ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ നിങ്ങളുടെ അടുക്കൽ ഈ വിശ്വാസ പ്രമാണത്തിന് പകരം വെക്കാൻ എന്താണുള്ളത്? ഇസ്ലാമിന്റെ സാമ്പത്തിക സംവിധാനത്തെ നിങ്ങൾ വിമർശിക്കുന്നുവെങ്കിൽ സകാത്തും സദഖയും ഇസ്ലാമിക് ബാങ്കിങ്ങുമാകുന്ന മഹത്തരമായ ലോകത്തെ തുല്യതയില്ലാത്ത ഈ സാമ്പത്തിക സംവിധാനത്തിന് പകരം വെക്കാൻ നിങ്ങളുടെ അടുക്കൽ എന്താണുള്ളത്?
പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് സംവിധാനമായ ഇണതത്വത്തെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി കുടുംബത്തിന്റെ അസ്ഥിവാരമിടണം. അത് വിവാഹം എന്ന കർമ്മത്തിലൂടെ ആകണമെന്ന് പഠിപ്പിച്ച് ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ രൂപം ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ അവകാശങ്ങളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഈ കുടുംബ സംവിധാനത്തിന് പകരം വെക്കാൻ LGBT-യുടെ വക്താക്കൾ, സ്വതന്ത്ര ലൈംഗികതയുടെ ശവരതിയുടെ വക്താക്കൾക്ക് എന്താണ് പകരം വെക്കാനുള്ളത്? ഇസ്ലാം എന്ന സുന്ദരമായ ആശയം, ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന മഹിതമായ ഈ ആദർശം, അതിനെ നമ്മൾ സ്നേഹിക്കുക, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. സുഹൃത്തൊരു വില പിടിച്ചെന്തെങ്കിലും ഒരു സമ്മാനം തന്നാൽ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നമ്മളത് ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊക്കെ കാണിച്ചു കൊടുക്കും. ഇന്ന സഹോദരൻ വന്നപ്പോൾ, ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്ന, ഗിഫ്റ്റ് കിട്ടിയ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്തൊരു ഇഷ്ടം നമുക്ക്. അല്ല, നമുക്ക് തന്ന വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇരുട്ടിൽ തപ്പുന്ന പരശതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിന്റെ സുന്ദരമായ മാധുര്യം അനുഭവിക്കാനുള്ള സൗഭാഗ്യം. ആ ഗിഫ്റ്റിന് വേണ്ടി ആ പടച്ചോനോട് ദിവസം ചുരുങ്ങിയത് 17 തവണ നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് റബ്ബെ നയിക്കണമേ. ആ ഹിദായത്തിന്റെ സൗഭാഗ്യം ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹ് നൽകിയിട്ടുള്ള റബ്ബിന്റെ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തി ദഅവത്തിന്റെ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യർ, നഷ്ടക്കാരാരാണുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് ലഭിച്ച ആയുസ് ഉപയോഗപ്പെടുത്തി നഫ്സ് മുത്മയിന്നയായ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന, സമാധാനമുള്ള ആത്മാവായി റബ്ബിലേക്ക് തിരികെ പോകാൻ സാധിക്കുന്ന ഒരന്ത്യനിമിഷത്തെ കൊതിച്ചുകൊണ്ട് വിയർപ്പ് കണങ്ങൾ, അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ, നന്മയുടെ മാർഗത്തിലുള്ള പരിശ്രമത്തിന്റെ വിയർപ്പ് കണങ്ങൾ നെറ്റിയിൽ അവശേഷിക്കുന്ന വിധത്തിൽ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാനുള്ളൊരു സൗഭാഗ്യം റസൂലുള്ളാഹി അതേറെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥ, നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ. നിന്റെ ദീൻ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നടപ്പാക്കാനും നിന്നെ ഭയപ്പെട്ട് വിനയത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ സുഖപ്പെടുത്തണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാം അറിയുന്ന നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം രണ്ട് ലോകത്തും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരിൽ പലരും ഇന്ന് മണ്ണിനടിയിലാണ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.